ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ വായിക്കുന്നത്, ഇംഗ്ലീഷ് ന്യൂസ് കേൾക്കുന്നത്, ഇത് നമ്മുടെ ഇംഗ്ലീഷ് ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള പ്രൂവൻ മെത്തേഡ്സ് തന്നെയാണ്. പക്ഷെ വീട്ടിൽ ഇംഗ്ലീഷ് പത്രം വാങ്ങിക്കുന്ന പലരും അത് തുറന്നു നോക്കാറ് പോലുമില്ല. കാരണം അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറിൽ പ്രത്യേകിച്ചും ഹെഡ്ലൈൻസിൽ ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന വേർഡ്സ് അല്ല. അതിലുപയോഗിക്കുന്ന ഗ്രാമറും നമുക്ക് പരിചയമുള്ള ഗ്രാമറല്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു ഇംഗ്ലീഷ് പത്രം വായിക്കുമ്പോൾ ആവശ്യം വരുന്ന വേർഡ്സ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ന്യൂസ് ഹെഡ്ലൈൻസ് എങ്ങനെ മനസ്സിലാക്കാം, അതിനാവശ്യമായ ടിപ്സ്, അതെല്ലാമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു. അതിന്റെ ആൻസർ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നില്ല. അത് ഇനി സെന്റൻസ് മേക്കിങ്ങിനെ കുറിച്ച് ചെയ്യുന്ന അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ ലെസൺ യൂസ്ഫുൾ ആയി തോന്നുന്നവരെ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. ന്യൂസ് ഹെഡ്ലൈൻസിൽ വളരെ കുറച്ച് വാക്കുകളെ ഉണ്ടായിരിക്കുള്ളൂ. അതൊരിക്കലും ഒരു പ്രോപ്പർ സെന്റൻസ് ആയിരിക്കില്ല. ന്യൂസ് ഹെഡ്ലൈൻസിൽ ആർട്ടിക്കിൾസ് ഒന്നും തന്നെ കാണില്ല. അതുപോലെ ഓക്സിലറി വെർബ്സ് അതിനകത്ത് ഉണ്ടായിരിക്കില്ല. സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പറയാനും സംഭവിക്കാനുള്ളതിനെ കുറിച്ച് പറയാനും ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും. ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ ING ഫോം മാത്രമാണ് യൂസ് ചെയ്യാം. ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന പാസീവ് വെർബ് ഫോംസ് ആണ്. ഇത് നമ്മൾ ന്യൂസ് ഹെഡ്ലൈൻസിൽ വളരെ കോമൺ ആയി കാണും. പക്ഷെ അത് പാസീവ് വോയിസ് ആണെന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല. കാരണം അതിന്റെ കൂടെ ഓക്സിലറീസ് കാണില്ല. ഈ എക്സാമ്പിൾ തന്നെ നോക്കൂ. മാൻ അറസ്റ്റഡ് ഫോർ അബറ്റിംഗ് സൂയിസൈഡ്. ഇതൊരു ഹെഡ്ലൈൻ ആണ്. ഈ സെന്റൻസ് ഒറ്റ നോട്ടത്തിൽ ഇത് ആക്റ്റീവ് വോയിസിലാണ്. മാൻ അറസ്റ്റഡ്. അറസ്റ്റഡ് V2 ആണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല, ഇത് ആക്ച്വലി V3 ആണ്. ഈ സെന്റൻസ് പാസീവ് വോയിസിലാണ്. മാൻ അറസ്റ്റഡ് എന്ന് പറയുന്നത് കൊണ്ട് ഒരാൾ അറസ്റ്റ് ചെയ്തു എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഒരാളെ അറസ്റ്റ് ചെയ്തു എന്നാണ്. അറസ്റ്റ് ചെയ്യൽ പോലീസിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. ഇവിടെ ഈ വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഈ വെർബ് നമുക്ക് കാണുമ്പോൾ ഇത് ആക്റ്റീവ് വെർബാണെന്ന് തോന്നും. ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള അറസ്റ്റഡ് V2 അല്ല, V3 ആണ്. ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അതിന്റെ മുഴുവൻ ഫോം ഹാസ് ബീൻ അറസ്റ്റഡ് അല്ലെങ്കിൽ വാസ് അറസ്റ്റഡ് ആണ്. എ മാൻ വാസ് അറസ്റ്റഡ്. ഒരു ആള് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ എ മാൻ ഹാസ് ബീൻ അറസ്റ്റഡ്. ഒരാള് അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്തിന്? ഫോർ അബറ്റിംഗ് സൂയിസൈഡ്. അബറ്റ് ഈ വാക്കും പലർക്കും പരിചയമുള്ളതാണെന്നില്ല. അബറ്റ് എന്ന് പറയുമ്പോൾ പ്രേരിപ്പിക്കുന്നതിന്, ഇൻസ്റ്റിഗേറ്റ്, എൻകറേജ്, അതെല്ലാമാണ് അതിനർത്ഥം. മറ്റൊരു വ്യക്തിയെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതിന് ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അതാണ് ഈ ന്യൂസ് ഹെഡ്ലൈൻ്റെ മീനിങ്. ന്യൂസ് ഹെഡ്ലൈൻസിൽ നിങ്ങൾ കാണുന്ന അറസ്റ്റഡ്, ഹെൽഡ്, റിലീസ്ഡ്, സർവൈവ്ഡ്, ആസ്ക്ഡ്, ടോൾഡ്, ഈ വേർബ്സ് എല്ലാം V3 ആണ് എന്ന് മനസ്സിലാക്കുക. കാണുമ്പോൾ V2 ആണെന്ന് സംശയം തോന്നാം. ഇതെല്ലാം പാസീവ് വോയിസിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ കൂടെയുള്ള ഓക്സിലറി വേർബ്സ് സ്പേസ് സേവ് ചെയ്യുന്നതിന് വേണ്ടി എഡിറ്റേഴ്സ് ഒമിറ്റ് ചെയ്യുന്നതാണ്. നടന്ന കാര്യങ്ങളെ കുറിച്ച് പറയാം. ന്യൂസ് ഹെഡ്ലൈൻസിൽ യൂസ് ചെയ്യുന്നത് എപ്പോഴും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇങ്ങനെ V3 ഉപയോഗിച്ചല്ല അത് പറയാം. അബറ്റ് ഒരു വെർബാണ്. അതിനർത്ഥം എൻകറേജ്, ഇൻസ്റ്റിഗേറ്റ്, പ്രേരിപ്പിക്കുക എന്നാണ്. അബറ്റ്മെന്റ് എന്നൊരു നൗൺ കൂടിയുണ്ട്. അതിന് പ്രേരണ. ഫോർമർ PM പാസസ് അവേ. സിമ്പിൾ പ്രസന്റ് ടെൻസിലുള്ള വെർബാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് പൊതുവെ നമ്മൾ ഫാക്ട്സിനെ കുറിച്ച് പറയാനും ഹാബിറ്റ്സിനെ കുറിച്ച് പറയാനും എല്ലാമാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഈ സെന്റൻസ് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിലാണ്. ദ ഫോർമർ പ്രൈം മിനിസ്റ്റർ ഹാസ് പാസ്ഡ് അവേ. പക്ഷെ ഹാസ് പാസ്ഡ് അവേ എന്ന പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന് പകരം നമ്മളോട് ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഫോർമർ PM പാസസ് അവേ. ആർട്ടിക്കിൾസ് ന്യൂസ് ഹെഡ്ലൈൻസിൽ ഉണ്ടായിരിക്കില്ല. സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പറയാൻ ന്യൂസ് ഹെഡ്ലൈൻസിൽ യൂസ് ചെയ്യുന്നത് പാസ്റ്റ് ടെൻസ് അല്ല, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് എന്ന് മനസ്സിലാക്കാം. ബ്ലൈൻഡ് ഗേൾ സ്കെയിൽസ് എവറസ്റ്റ്. സ്കെയിൽസ് എന്ന് പറയുമ്പോൾ എന്താ? കയറി, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ബ്ലൈൻഡ് ഗേൾ ക്ലൈംസ് എവറസ്റ്റ് എന്ന് പറയാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്ര പരിചയമില്ലാത്ത എന്നാൽ ശ്രദ്ധ ആകർഷിക്കുന്ന വാക്കുകളാണ് ഹെഡ്ലൈൻസിൽ ഉപയോഗിക്കുക. ചെറിയ വേർഡ്സ് ആയിരിക്കും അത്. നമ്മൾ അത്ര കേട്ട് പരിചയമുള്ളതായിരിക്കില്ല. പക്ഷെ പലപ്പോഴും ഒരു ഡ്രമാറ്റിക് ഇഫക്റ്റ് തരുന്നത് പോലത്തെ വാക്കുകളാണ് പൊതുവെ ഹെഡ്ലൈൻസിൽ ആളുകളുടെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്നതിന് വേണ്ടി, ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ബ്ലൈൻഡ് ഗേൾ സ്കെയിൽസ് എവറസ്റ്റ്. ഇതിന്റെ ആക്ച്വൽ മീനിങ് എന്താ? എ ബ്ലൈൻഡ് ഗേൾ ഹാസ് ക്ലൈംബ്ഡ് എവറസ്റ്റ്. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. കഴിഞ്ഞ കാര്യമാണ് ഉപയോഗിച്ചത്. ഇവിടെയും സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. എർത്ത് ഗെറ്റിംഗ് വാർമർ, സേ സയന്റിസ്റ്റ്. ഇവിടെ വെർബായി ഉപയോഗിച്ചിട്ടുള്ള ഒരു ING ഫോം ആണ്. ഇത് നടന്നുകൊണ്ടിരിക്കുന്ന, മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ ന്യൂസ് ഹെഡ്ലൈൻസിൽ ING ഫോം മാത്രമാണ് ഉപയോഗിക്കുക. എർത്ത് ഈസ് ഗെറ്റിംഗ് വാർമർ എന്ന് പറയുന്നതിന് പകരം എർത്ത് ഗെറ്റിംഗ് വാർമർ എന്ന് മാത്രമാണ് ഇവിടെ പറയുന്നത്. പവർ ക്രൈസിസ്, ഗവൺമെന്റ് ടു ആക്ട്. പവർ ക്രൈസിസ് എന്ന് പറയുമ്പോൾ രാജ്യത്ത് ഊർജ്ജ ഉൽപാദനത്തിലോ വിതരണത്തിലോ ഉള്ള ഒരു പ്രതിസന്ധി, അതാണ് പവർ ക്രൈസിസ്. ഗവൺമെന്റ് ടു ആക്ട്. ഗവൺമെന്റ് എന്തോ ഒരു നടപടി എടുക്കാൻ പോകുന്നു, ഒരു കാര്യം ചെയ്യാൻ പോകുന്നു എന്ന് പറയാനാണ് ഇവിടുത്തെ ഈ ടു ഇൻഫിനിറ്റീവ്, ടു ആക്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തതിൽ
ബിൽഡിംഗ് കൊളാപ്സ്, ഏതോ ഒരു കെട്ടിടം തകർന്നു. ഡെത്ത് ടോൾ റൈസസ്, ഡെത്ത് ടോൾ എന്ന് പറയുമ്പോൾ മരണസംഖ്യ. റൈസസ്, ഇൻക്രീസ് ചെയ്യുന്നു, കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. റഫാൽ ഡീൽ റോ, റഫാൽ യുദ്ധവിമാനം വാങ്ങിച്ചതുമായി ബന്ധപ്പെട്ട ഒരു വാദപ്രതിവാദങ്ങൾ, അതാണ് റോ. റോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നിര എന്നൊരർത്ഥം അതിനുണ്ട്. പക്ഷെ ഇവിടെ ആ മീനിങ്ങിലല്ല അത് യൂസ് ചെയ്യുന്നത്. ഇവിടെ അതിന് ഫൈറ്റ്, ക്വാറൽ, അങ്ങനെ ഒരു മീനിങ് കൂടി ആ വാക്കിനുണ്ട്. പൊതുവെ ഹെഡ്ലൈൻസിൽ ഈ ഒരു വേർഡ് കോമൺ ആയി നമുക്ക് കാണാം. റഫാൽ ഡീൽ റോ, PM അറ്റാക്ക്ഡ്. ഇതിന്റെ അർത്ഥം എന്താ? ഇവിടെ അറ്റാക്ക് ചെയ്യുന്നത് PM ആണോ അതോ PMനെയാണോ? ഈ യുദ്ധവിമാനം വാങ്ങിക്കുന്ന ഉടമ്പടിയുമായി ബന്ധപ്പെട്ട് ഓപ്പോസിഷൻ പ്രധാനമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയെ അറ്റാക്ക് ചെയ്യുന്നു. അതാണ് PM അറ്റാക്ക്ഡ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇത് പാസീവ് വോയിസ് ആണ്. അറ്റാക്ക്ഡ് V2 അല്ല ഉപയോഗിച്ചിട്ടുള്ളത്, V3 ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ദ ഓപ്പോസിഷൻ ഹാസ് അറ്റാക്ക്ഡ് ദ പ്രൈം മിനിസ്റ്റർ, അതാണ് ഇതിന്റെ ആക്ച്വൽ മീനിങ്. പ്രൈം മിനിസ്റ്റർ അല്ല അറ്റാക്ക് ചെയ്യുന്നത്, ദ പ്രൈം മിനിസ്റ്റർ ഹാസ് ബീൻ അറ്റാക്ക്ഡ്. പ്രൈം മിനിസ്റ്ററെ പ്രതിപക്ഷം ആക്രമിച്ചു, അതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അല്ലാതെ പ്രൈം മിനിസ്റ്റർ പ്രതിപക്ഷത്തെയോ മറ്റാരെയെങ്കിലോ ആക്രമിച്ചു എന്നല്ല. PM അറ്റാക്ക്ഡ്. റെഗുലർ വേർബ്സിന്റെ V2ഉം V3യും കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും. അപ്പൊ ഇതുപോലത്തെ വേർബ്സ് ഹെഡ്ലൈൻസിൽ വരുമ്പോൾ പലപ്പോഴും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും, ഇത് ആക്റ്റീവ് ആണോ പാസീവ് ആണോ എന്ന്. V2 പോലെ നമുക്ക് തോന്നുന്ന ഈ വേർബ്സ് ആക്ച്വലി V3 ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുന്നത് പാസീവ് വേർബ് ഫോംസ് ആണ് മെയിൻലി. റഫാൽ ഡീൽ റോ, PM അറ്റാക്സ് ഓപ്പോസിഷൻ. ഇവിടെയോ? അപ്പൊ പ്രൈം മിനിസ്റ്റർ പ്രതിപക്ഷത്തിനെതിരെയാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക V2ഉം V3യും അല്ല, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. പ്രധാനമന്ത്രി പ്രതിപക്ഷത്തെ ആക്രമിക്കുന്നു, PM അറ്റാക്സ് ഓപ്പോസിഷൻ. ഇതും ഇപ്പൊ നിലവിൽ പ്രധാനമന്ത്രി ആക്രമിക്കുന്നു എന്നല്ല അതിനർത്ഥം, സംഭവിച്ച കാര്യം തന്നെയാണ്. ദ പ്രൈം മിനിസ്റ്റർ ഹാസ് അറ്റാക്ക്ഡ് ദ ഓപ്പോസിഷൻ, പ്രധാനമന്ത്രി പ്രതിപക്ഷത്തിനെ ആക്രമിച്ചിരിക്കുന്നു. കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ ഹെഡ്ലൈനിൽ നമ്മൾ ഉപയോഗിച്ച സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്, സിമ്പിൾ പാസ്റ്റ് അല്ല, പ്രസന്റ് പെർഫെക്റ്റും അല്ല. സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് പറയാൻ ന്യൂസ് ഹെഡ്ലൈൻസിൽ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. V3 നമ്മൾ ഉപയോഗിക്കുന്നത് മാസീവ് സ്ട്രക്ചേഴ്സിലാണ്. പക്ഷെ ഓക്സിലറി വേർബ്സ് അതിന്റെ കൂടെ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അത് ആക്റ്റീവ് വോയിസ് ആണോ പാസീവ് വോയിസ് ആണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. അല്പം ഒന്ന് ശ്രദ്ധിച്ചാലേ നമുക്കത് മനസ്സിലാവും. പ്രൊട്ടസ്റ്റേഴ്സ് അറസ്റ്റഡ് അറ്റ് എ UK ന്യൂക്ലിയർ പവർ പ്ലാന്റ്. UK-യിലെ ഏതോ ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റിൽ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തിയ ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തു, അതാണ് ഇതിനർത്ഥം. ഇവിടെ ഇത് പ്രൊട്ടസ്റ്റേഴ്സ് അറസ്റ്റഡ് എന്ന് കാണുമ്പോൾ മനസ്സിലാക്കണം, പ്രൊട്ടസ്റ്റേഴ്സ് അല്ല അറസ്റ്റ് ചെയ്യുന്നത്, മറിച്ച് അവര് അറസ്റ്റ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ അറസ്റ്റഡും V3 ആണ്, V2 അല്ല. വേൾഡ്സ് ലാർജസ്റ്റ് ഡയമണ്ട് സ്റ്റോളൻ ഫ്രം ദ മ്യൂസിയം, ഇതും പാസീവ് വോയിസിലാണ്. സ്റ്റോളൻ എന്ന V3 മാത്രമാണ് നമുക്ക് ഈ സെന്റൻസിൽ കാണാൻ കഴിയുന്നത്. പക്ഷേ ഹാസ് ബീൻ സ്റ്റോളൻ, അതാണ് അതിന്റെ മുഴുവൻ ഫോം. വേൾഡ്സ് ലാർജസ്റ്റ് ഡയമണ്ട് ഹാസ് ബീൻ സ്റ്റോളൻ ഫ്രം ദ മ്യൂസിയം. PM പ്രോമിസസ് മോർ എയ്ഡ് ഫോർ ഫ്ലഡ് ഹിറ്റ് ഏരിയാസ്. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾക്കാണ് ഫ്ലഡ് ഹിറ്റ് ഏരിയാസ് എന്ന് പറയുന്നത്. സൈക്ലോൺ ഹിറ്റ് ആണെങ്കിൽ കൊടുങ്കാറ്റിൽ അഫക്റ്റ് ചെയ്യപ്പെട്ട പ്രദേശങ്ങൾ എന്നർത്ഥം. ക്വേക്ക് ഹിറ്റ് ആണെങ്കിൽ ഭൂകമ്പ ബാധിത പ്രദേശങ്ങൾ. എയ്ഡ് എന്ന് വെച്ചാൽ സഹായമാണ്, മെയിൻലി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്. PM പ്രോമിസസ് മോർ എയ്ഡ് ഫോർ ഫ്ലഡ് ഹിറ്റ് ഏരിയാസ്, അതായത് വെള്ളപ്പൊക്കം കൊണ്ട് അഫക്റ്റഡ് ആയ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ സാമ്പത്തിക സഹായങ്ങൾ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സഹായം നൽകാമെന്ന് പ്രധാനമന്ത്രി വാഗ്ദാനം നൽകിയിരിക്കുന്നു. യൂണിയൻസ് എയ്ഡ് ഹോസ്പിറ്റൽ സ്ട്രൈക്കേഴ്സ്, ഇതിന്റെ അർത്ഥം എന്താ? ഹോസ്പിറ്റൽ സ്ട്രൈക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ സ്ട്രൈക്ക് ചെയ്യുന്നവർ, സമരം നടത്തുന്നവർ, തീർച്ചയായും ഹോസ്പിറ്റൽ ജോലിക്കാരായിരിക്കും. ഡോക്ടർമാരാവാം, നഴ്സുമാരായിരിക്കാം, മറ്റേതെങ്കിലും സ്റ്റാഫ് ആയിരിക്കാം. അവരെ യൂണിയൻസ്, അവരുടെ യൂണിയൻസ് അവരെ സപ്പോർട്ട് ചെയ്യുന്നു. യൂണിയൻസ് എയ്ഡ് ഹോസ്പിറ്റൽ സ്ട്രൈക്കേഴ്സ്. എയ്ഡ് എന്ന വാക്കിന് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന അർത്ഥമുണ്ട്. മറ്റു രീതിയിൽ നമ്മൾ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുക എന്ന അർത്ഥമുണ്ട്, സഹായിക്കുക എന്ന അർത്ഥമുണ്ട്. MP ടു അപ്പിയർ ഓൺ കറപ്ഷൻ ചാർജസ്. കറപ്ഷൻ ചാർജസ് എന്ന് പറയുമ്പോൾ അഴിമതി ആരോപണങ്ങൾ, അയാളുടെ നേരെ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങൾ. അപ്പിയർ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അപ്പിയർ എന്ന വാക്കിനർത്ഥം പ്രത്യക്ഷപ്പെടുക എന്നാണ്. ഒരു ന്യൂസ് ഹെഡ്ലൈനിൽ നിങ്ങൾ അപ്പിയർ എന്ന് കാണുമ്പോൾ അതിന്റെ അർത്ഥം കോടതിയിൽ ഹാജരാകുക എന്നതാണ്. MP ടു അപ്പിയർ ഓൺ കറപ്ഷൻ ചാർജസ് എന്ന് പറയുമ്പോൾ ഒരു MP-ക്ക് നേർക്ക് ചില ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കോടതിയിൽ ഹാജരാവാൻ പോകുന്നു. 8 terrorists slain, 5 pushed back as forces foil every infiltration bid. നമുക്ക് പരിചയമില്ലാത്ത പല വാക്കുകളും ഇതിൽ കാണുന്നുണ്ട്. സ്ലെയിൻ, എന്താണ് സ്ലെയിൻ? സ്ലേ എന്ന വാക്കിനർത്ഥം കൊല്ലുക എന്നാണ്. സ്ലെയിൻ, കൊല്ലപ്പെട്ടു. 8 തീവ്രവാദികൾ കൊല്ലപ്പെട്ടു. 5 പേരെ തിരിച്ചോടിച്ചു. ഫോഴ്സസ് ഇവിടെ സോൾജിയേഴ്സ് ആണ്. ആർമിയോ
CRPF അങ്ങനെ എന്തെങ്കിലും. ഫോയിൽ എന്ന് പറയുമ്പോൾ പരാജയപ്പെടുത്തുക. ഇൻഫിൽട്രേഷൻ എന്താ? അതിക്രമിച്ച് കയറുക, നുഴഞ്ഞു കയറുക, അതാണ് ഇൻഫിൽട്രേഷൻ. ബിഡ്, അറ്റംപ്റ്റ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വേർഡ്സ് അല്ല ഇതിൽ ഭൂരിഭാഗവും. കിൽഡ് എന്ന് പറയുന്നതിന് പകരം ഇവിടെ ഉപയോഗിച്ചത് സ്ലൈൻ എന്ന വാക്കാണ്, കുറച്ചുകൂടി ഒരു ഇഫക്റ്റ് കിട്ടുന്നതിന് വേണ്ടി. ഫോയിൽ പരാജയപ്പെടുത്തുക, ബിഡ് അറ്റംപ്റ്റ് ശ്രമത്തിനാണ് ബിഡ് എന്ന് പറയുന്നത്. ഇത് കോമൺ ആയി ഹെഡ്ലൈൻസിൽ വരുന്ന ഒരു വാക്കാണ്. ഇൻഫിൽട്രേഷൻ ബിഡ് എന്ന് പറയുമ്പോൾ നുഴഞ്ഞു കയറാനുള്ള ശ്രമം. അല്പം ഒന്ന് ഇമാജിൻ ചെയ്യാതെ നമുക്ക് ഇതുപോലത്തെ ഹെഡ്ലൈൻസ് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇപ്പൊ ടെററിസ്റ്റ് കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായി ഊഹിക്കണം ആരായിരിക്കും കൊന്നിട്ടുണ്ടായിരിക്കുക. സോൾജിയേഴ്സ് ആവാനാണ് സാധ്യത, റയർലി പോലീസും ആയിരിക്കാം. അപ്പൊ ഫോഴ്സസ് എന്നുള്ളതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ആംഡ് ഫോഴ്സസ് ആണ്, അതായത് നമ്മുടെ സായുധ സേന. ഫോയിൽ പരാജയപ്പെടുത്തുക എന്നർത്ഥം. ഇതുവരെ നമ്മൾ പറഞ്ഞത് ന്യൂസ് ഹെഡ്ലൈൻസിലെ ഗ്രാമറിനെ കുറിച്ചാണ്, അതായത് അതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ള വേർബ്സിന്റെ മീനിങ് എന്തായിരിക്കും. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിലല്ല ന്യൂസ് ഹെഡ്ലൈൻസിൽ വേർബ്സ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ന്യൂസ് ഹെഡ്ലൈൻസിൽ കോമൺ ആയി വരുന്ന ചില വേർഡ്സ്, ന്യൂസ് ഹെഡ്ലൈൻസ് വൊക്കാബുലറി നോക്കാം. ആമസോൺ ടു ആക്സ് 5000 ജോബ്സ്. ഇതിന്റെ അർത്ഥം എന്താ? ആക്സ് നമുക്കറിയാവുന്ന വാക്കാണ്, മഴു അല്ലെ. ടു ആക്സ് വെട്ടാൻ പോകുന്നു എന്നർത്ഥം, അതായത് 5000 ജോലി ആമസോൺ കുറയ്ക്കാൻ പോകുന്നു, 5000 പേർക്ക് ജോലി നഷ്ടപ്പെടാൻ പോകുന്നു, അതാണ് ഇതിനർത്ഥം. ആമസോൺ ടു ആക്സ് 5000 ജോബ്സ്. ഒരാളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നതിന് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒന്ന് റദ്ദാക്കുന്നതിന് ഇതിനെല്ലാമായി ഹെഡ്ലൈൻസിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ആക്സ്. നോർമലി അതിന്റെ മീനിങ് മഴു എന്നാണ്. സ്മോൾ സ്കൂൾസ് ഫേസ് ആക്സ്. ഇവിടെ ആക്സ് നൗൺ ആയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഇതിനർത്ഥം എന്താ? ചെറിയ സ്കൂളുകൾ അടച്ചുപൂട്ടാൻ പോകുന്നു. ആ ഒരു സാധ്യതയാണ് അവരിപ്പോൾ അഭിമുഖീകരിക്കുന്നത്. സ്മോൾ സ്കൂൾസ് ഫേസ് ആക്സ്. സബർബൻ ട്രെയിൻ സർവീസസ് ആക്സ്ഡ്. സിറ്റിയിൽ നിന്ന് സബർബ്സിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന പല ട്രെയിൻ സർവീസസും റദ്ദാക്കി. സബർബൻ ട്രെയിൻ സർവീസസ് ആക്സ്ഡ്. അബോളിഷ്ഡ് എന്ന് തന്നെയാണ് അർത്ഥം, അതിനേക്കാളും ചെറിയ വാക്കാണ് ആക്സ്ഡ്. ഗ്രീൻ ഗ്രൂപ്പ്സ് അസൈൽ ഗവൺമെന്റ് എനർജി പ്ലാൻസ്. ഹെഡ്ലൈൻസിൽ പ്രത്യേകിച്ച് ന്യൂസിലെല്ലാം ഗ്രീൻ എന്ന വാക്ക് എൻവയോൺമെന്റിന് പകരം ഉപയോഗിക്കുന്ന ഒന്നാണ്. ഗ്രീൻ എനർജി അതിനർത്ഥം എന്താ? എൻവയോൺമെന്റലി ഫ്രണ്ട്ലി ആയ എനർജിയാണ്, പരിസ്ഥിതിക്ക് ദോഷം ചെയ്യാത്തത്. ഗ്രീൻ ഗ്രൂപ്പ്സ് എന്ന് പറയുമ്പോഴോ അത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷന് വേണ്ടി അഡ്വക്കേറ്റ് ചെയ്യുന്ന, അതിനായി ക്യാമ്പയിൻ ചെയ്യുന്ന ഓർഗനൈസേഷൻസ് ആണ് ഗ്രീൻ ഗ്രൂപ്പ്സ്. അസെയിൽ അറ്റാക്ക്, അതാണ് ആ വാക്കിനർത്ഥം. എന്തിനാ അവർ അറ്റാക്ക് ചെയ്യുന്നത്? ഗവൺമെന്റ് എനർജി പ്ലാൻസ്. ഗവൺമെന്റ് ഏതെങ്കിലും പവർ പ്ലാന്റ്സോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിൽ എനർജി പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് ഗവൺമെന്റ് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരിക്കാം. ആ പ്രൊജക്റ്റിന്റെ പാരിസ്ഥിതിക ആഘാതം കണക്കിലെടുത്ത് അതിനെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്സ് എതിർക്കുന്നു. ഓപ്പോസിഷൻ അസൈൽസ് ദ ഗവൺമെന്റ് ഓൺ കറപ്ഷൻ ചാർജസ്. ഗവൺമെന്റിന് നേരെ ഉയർന്നു വന്നിട്ടുള്ള അഴിമതി ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷം ഗവൺമെന്റിനെ ആക്രമിച്ചു. ഓപ്പോസിഷൻ അസൈൽസ് ദ ഗവൺമെന്റ് ഓൺ കറപ്ഷൻ ചാർജസ്. കറപ്ഷൻ ചാർജസ് എന്ന് പറയുമ്പോൾ അഴിമതി ആരോപണങ്ങൾ. ഫിസിക്കലി ഒരാളെ അറ്റാക്ക് ചെയ്യുന്നതിന് യൂസ് ചെയ്യുന്ന വേർഡ് തന്നെയാണ് അസൈൽ. അസൈലന്റ് എന്ന് പറയുമ്പോൾ അക്രമിയാണ്. വളരെ സ്ട്രോങ് ആയി ക്രിട്ടിസൈസ് ചെയ്തു എന്ന അർത്ഥത്തിലാണ് ഈ വേർഡ് യൂസ് ചെയ്യുന്നത്, അല്ലാതെ ഫിസിക്കലി എന്തെങ്കിലും ഒരു ഹാം അവർക്ക് വരുത്തി എന്ന അർത്ഥത്തിലല്ല. ബ്ലാസ്റ്റ് കിൽസ് 2 സോൾജിയേഴ്സ്. ബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ എന്താ? എക്സ്പ്ലോഷൻ ആണ്, സ്ഫോടനമാണ്. 2 സോൾജിയേഴ്സിനെ സ്ഫോടനം കൊലപ്പെടുത്തി. 2 സോൾജിയേഴ്സ് കിൽഡ് ഇൻ ബ്ലാസ്റ്റ്. രണ്ടാമത്തെ സെന്റൻസ് പാസീവ് വോയിസിലാണ്. 2 സോൾജിയേഴ്സ് ഹാവ് ബീൻ കിൽഡ് ഇൻ ബ്ലാസ്റ്റ്, അതാണ് അതിന്റെ മുഴുവൻ ഫോം. പക്ഷെ ആ ഹാവ് ബീൻ ഒന്നും നമ്മൾ ഹെഡ്ലൈൻസിൽ ഉപയോഗിക്കില്ല. എക്സ്പ്ലോഷന് നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് ബ്ലാസ്റ്റ്. ഇതിന് തന്നെ ക്രിറ്റിസിസം, വളരെ സ്ട്രോങ് ആയ വിമർശനം, ആ ഒരു അർത്ഥം കൂടെയുണ്ട്. ഓപ്പോസിഷൻ ബ്ലാസ്റ്റ് ദ ഗവൺമെന്റ്. അതിനർത്ഥം എന്താ? വളരെ നിശിതമായി പ്രതിപക്ഷം ഗവൺമെന്റിനെ വിമർശിച്ചിരിക്കുന്നു. ഓപ്പോസിഷൻ ബ്ലാസ്റ്റ് ദ ഗവൺമെന്റ്. ഓപ്പോസിഷൻ എന്ന് പറയുമ്പോൾ പ്രതിപക്ഷം. ഹോസ്പിറ്റൽ ബ്ലേസ് കിൽസ് 6 ഇൻഫാൻസ്. ഫയറിന് പകരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ബ്ലേസ്. ചിലപ്പോൾ ഇൻഫെർണോ എന്ന വാക്കും യൂസ് ചെയ്യാറുണ്ട്. ഹോസ്പിറ്റൽ ബ്ലേസ് കിൽസ് 6 ഇൻഫാൻസ്. ഏതോ ഒരു ഹോസ്പിറ്റലിലുണ്ടായ ഒരു തീപിടുത്തം 6 നവജാത ശിശുക്കളുടെ മരണത്തിന് കാരണമായി. ഇൻഫാൻസ് എന്ന് പറയുമ്പോൾ ജനിച്ച് അധികമായിട്ടില്ലാത്ത കുട്ടികൾ, നവജാത ശിശുക്കൾ. ബ്ലേസ് ഡെസ്ട്രോയ്സ് 50 ഹൗസസ്. തീപിടുത്തത്തിൽ 50 വീടുകൾ നശിച്ചു. കോഹ്ലി ഇഞ്ചേർഡ്, അതായത് കോഹ്ലിക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു. കോഹ്ലി ഹാസ് ബീൻ ഇഞ്ചേർഡ്. ബ്ലോ ടു ഇന്ത്യാസ് വേൾഡ് കപ്പ് ഹോപ്സ്. ബ്ലോ എന്ന് പറയുമ്പോൾ തിരിച്ചടിയാണ്. അൺപ്ലസന്റ് ആയ ഒരു ഹാപ്പനിങ്, നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഹാപ്പനിങ്, ഇതെല്ലാമാണ് ബ്ലോ. കോഹ്ലിയുടെ പരിക്ക് ഇന്ത്യയുടെ ലോകകപ്പ് മോഹങ്ങൾക്ക് തിരിച്ചടിയാണ്, അതാണ് ഈ സെന്റൻസിനർത്ഥം. ഇന്ത്യ കട്ട്സ് ട്രേഡ് ബോൺഡ്സ് അല്ലെങ്കിൽ ടൈസ് വിത്ത് പാകിസ്ഥാൻ. കട്ട്സ് എന്ന് പറയുമ്പോൾ എൻഡ് ചെയ്യുന്നതാണ് ഇവിടെ അർത്ഥം, വിച്ഛേദിച്ചു.
ബോൺഡ്സ് അല്ലെങ്കിൽ ടൈസ് എന്ന് പറയുമ്പോൾ ബന്ധങ്ങൾ. ട്രേഡ് ബോൺഡ്സ് എന്ന് പറയുമ്പോൾ വ്യാപാര ബന്ധം. ഇന്ത്യ പാകിസ്ഥാനുമായുള്ള വ്യാപാര ബന്ധം വിച്ഛേദിച്ചു. ഇന്ത്യ കട്ട്സ് ട്രേഡ് ബോൺഡ്സ് അല്ലെങ്കിൽ ട്രേഡ് ടൈസ് വിത്ത് പാകിസ്ഥാൻ. പൊളിറ്റിക്കലോ ഇക്കണോമിക്കലോ ആയ ഒരു കണക്ഷനാണ് നമ്മൾ ബോണ്ട് എന്ന് പറയുന്നത്. ടൈ എന്ന വാക്കിനും ആ അർത്ഥം തന്നെയാണ്. വേൾഡ് ഓൺ ബ്രിങ്ക് ഓഫ് വാർ. ബ്രിങ്ക് എന്താ? അരിക്, വക്ക്, അറ്റം, ഇതെല്ലാമാണ് ബ്രിങ്ക്. അതിന് പൊതുവെ നെഗറ്റീവായ ഒരു മീനിങ് ആണുള്ളത്. നാശത്തിന്റെ അരിക്. ആ അർത്ഥത്തിലാണ് നമ്മൾ ഹെഡ്ലൈൻസിൽ ഇത് ഉപയോഗിക്കുന്നത്. വേൾഡ് ഓൺ ബ്രിങ്ക് ഓഫ് വാർ എന്ന് പറയുമ്പോൾ ലോകം ഒരു യുദ്ധത്തിന്റെ വക്കിലാണ് എന്നർത്ഥം. സയന്റിസ്റ്റ് ക്ലെയിംസ് ക്യാൻസർ ബ്രേക്ക് ത്രൂ. ക്ലെയിം എന്ന് പറയുമ്പോൾ അവകാശപ്പെടുക. ബ്രേക്ക് ത്രൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണ്ടുപിടുത്തമാണ് ബ്രേക്ക് ത്രൂ. ക്യാൻസർ റിസർച്ചിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണ്ടുപിടുത്തം നടത്തി പക്ഷേ ഒരു ക്യാൻസർ ക്യൂർ, ക്യാൻസറിനുള്ളൊരു ട്രീറ്റ്മെന്റ് പ്ലാൻ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടെന്നാണ് ഈ സയന്റിസ്റ്റ് ഇവിടെ അവകാശപ്പെടുന്നത്. ക്ലെയിം എന്ന് പറയുമ്പോൾ ഒരു കാര്യം സത്യമാണെന്ന് അവകാശപ്പെടുക. ബ്രേക്ക് ത്രൂ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റ് ആണ്, പ്രത്യേകിച്ചും റിസർച്ചിൽ. പ്രൊട്ടസ്റ്റേഴ്സ് ക്ലാഷ് വിത്ത് പോലീസ്. ക്ലാഷ്, ഏറ്റുമുട്ടുക. പ്രതിഷേധ പ്രകടനക്കാരെ പോലീസുമായി ഏറ്റുമുട്ടി. ക്വാറൽ, ഫൈറ്റ്, ഇതെല്ലാമാണ് ക്ലാഷ്. ക്ലാഷ് നമുക്ക് നൗണായും യൂസ് ചെയ്യാം, വെർബായും യൂസ് ചെയ്യാം. ഇവിടെ ഇത് വെർബാണ്. ഗവൺമെന്റ് പ്രോമിസസ് ക്രാക്ക് ഡൗൺ ഓൺ ഇൻഫിൽട്രേറ്റേഴ്സ്. ഇൻഫിൽട്രേഷൻ എന്താ? നുഴഞ്ഞു കയറ്റമാണ്. അപ്പോൾ ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ നുഴഞ്ഞു കയറുന്നവരാണ്. ക്രാക്ക് ഡൗൺ എന്ന് പറയുമ്പോൾ വളരെ കർശന നടപടി, സ്ട്രോങ് ആയി തന്നെ അവർ നേരിടുമെന്നാണ് പറയുന്നത്. ഗവൺമെന്റ് പ്രോമിസസ് ക്രാക്ക് ഡൗൺ ഓൺ ഇൻഫിൽട്രേറ്റേഴ്സ്. ക്രാക്ക് ഡൗൺ നമുക്ക് വെർബായും യൂസ് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ അത് രണ്ട് വാക്കായിട്ടാണ് എഴുതുക. ക്രാക്ക് ഡൗൺ നൗണായും യൂസ് ചെയ്യാം. വെർബായി അത് ഉപയോഗിക്കുന്ന സമയത്ത് അതിന് മുന്നിൽ ടു കൂടി പൊതുവെ ഉണ്ടാവും. ഗവൺമെന്റ് ടു ക്രാക്ക് ഡൗൺ ഓൺ ഇൻഫിൽട്രേറ്റേഴ്സ്. പോലീസ് ടു ക്ലാം ഡൗൺ ഓൺ ഡ്രഗ് ഡീലേഴ്സ്. ക്രാക്ക് ഡൗൺ എന്നതിൻ്റെ അതേ അർത്ഥം തന്നെയാണ് ക്ലാം ഡൗണിന്. ഇതും വളരെ ശക്തമായി നേരിടുക എന്ന് തന്നെയാണ് അർത്ഥം. അപ്പോൾ ഡ്രഗ് ഡീലേഴ്സ് വളരെ ശക്തമായി നേരിടാൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നു. പോലീസ് ടു ക്ലാം ഡൗൺ ഓൺ ഡ്രഗ് ഡീലേഴ്സ്. ക്രാക്ക് ഡൗണും ഇവിടെ നമുക്ക് ഉപയോഗിക്കാം. ടീനേജേഴ്സ് കോൺ വിഡോ ഔട്ട് ഓഫ് സേവിങ്സ്. കോൺ, ആ വാക്കിന് അർത്ഥം എന്താ? ഇവിടെ അതിനർത്ഥം പറ്റിക്കുക എന്നാണ്, ചതിക്കുക. 13-19 ഇടയിൽ പ്രായം വരുന്ന കുട്ടികളാണ് ടീനേജേഴ്സ്. അവര് വിധവയായ ഒരു സ്ത്രീയെ ആ സ്ത്രീയുടെ ജീവിതത്തിലെ ആകെ സമ്പാദ്യം മുഴുവൻ പറ്റിച്ചു. ടീനേജേഴ്സ് കോൺ വിഡോ ഔട്ട് ഓഫ് ലൈഫ് സേവിങ്സ്. ലൈഫ് സേവിങ്സ് എന്ന് പറയുമ്പോൾ അവരുടെ ആകെയുള്ള സമ്പാദ്യം അത് മുഴുവൻ ഈ കുട്ടികൾ പറ്റിച്ചെടുത്തു. കോൺ എന്ന വാക്കിനർത്ഥം സ്വിൻഡിൽ, ചീറ്റ്. കോൺ വുമൺ മേക്സ് ഓഫ് വിത്ത് ഗോൾഡ് വർത്ത് സെവറൽ ലാക്സ്. കോൺ വുമൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആളുകളെ പറ്റിക്കാനായി നടക്കുന്ന ഒരു സ്ത്രീ. മേക്സ് ഓഫ് എന്ന് പറയുമ്പോൾ മോഷ്ടിച്ച് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നതിനാണ് മേക്സ് ഓഫ് എന്ന് പറയുന്നത്. വിത്ത് ഗോൾഡ് വർത്ത് സെവറൽ ലാക്സ്. ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സ്വർണവുമായി ഒരു സ്ത്രീ മോഷ്ടിച്ച് കടന്നു കളഞ്ഞു. അതാണ് ഈ സെന്റൻസിന് അർത്ഥം. കോൺ വുമൺ മേക്സ് ഓഫ് വിത്ത് ഗോൾഡ് വർത്ത് സെവറൽ ലാക്സ്. വർത്ത് സെവറൽ ലാക്സ് എന്ന് പറയുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന സ്വർണം. ഗവൺമെന്റ് ടു കർബ് ഇല്ലിസിറ്റ് ലിക്കർ ട്രേഡ്. ഇല്ലിസിറ്റ് ലിക്കർ എന്ന് പറയുമ്പോൾ നിയമപരമല്ലാത്ത മദ്യം, അതിന്റെ സെയില്. കർബ് എന്ന് പറയുമ്പോൾ കൺട്രോൾ ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യുക. ഫാക്ടറീസ് ടോൾഡ് ടു കർബ് എമിഷൻ. ഫാക്ടറീസ് ടോൾഡ് എന്ന് പറയുമ്പോൾ ഫാക്ടറീസ് അല്ല പറയുന്നത്, ഫാക്ടറീസിനോടാണ് പറയുന്നത്, ഗവൺമെന്റ് ആണ് പറയുന്നത്. ടു കർബ് എമിഷൻ എന്ന് പറയുമ്പോൾ എമിഷൻ എന്താ? ഫാക്ടറികൾ പുറന്തള്ളുന്ന വാതകം, അതാണ് ഗ്യാസസ്, അതാണ് എമിഷൻ. അത് കൺട്രോൾ ചെയ്യാൻ ഫാക്ടറീസിനോട് സുപ്രീം കോർട്ടോ ഗവൺമെന്റോ ആരെങ്കിലും ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. അത് ആരാണ് പറഞ്ഞതെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആ ന്യൂസ് ആർട്ടിക്കിൾ മുഴുവൻ വായിക്കണം. ഫാക്ടറീസ് ടോൾഡ് ടു കർബ് എമിഷൻ. അപ്പോൾ എമിഷന്റെ അളവ് കുറയ്ക്കാൻ ഫാക്ടറീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നർത്ഥം. ടോൾഡ് ഇവിടെ V3 ആണ്. ബിഗ് ഡ്രോപ്പ് ഇൻ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഡ്രോപ്പ് ഇവിടെ വീഴ്ച, ഇടിവ്, അതാണ് അതിനർത്ഥം. നല്ലതുപോലെ കുറഞ്ഞു എന്നർത്ഥം. വലിയ ഡ്രോപ്പ്, വലിയ ഇടിവ്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിൽ വലിയ ഇടിവ് ഉണ്ടായിരിക്കുന്നു എന്നർത്ഥം. റീറ്റെയിൽ സ്റ്റോർസ് എക്സ്പീരിയൻസ് ബിഗ് ഡ്രോപ്പ് ഇൻ ഫുട്ഫോൾസ്. ഫുട്ഫോൾസ് എന്ന് പറയുമ്പോൾ എന്താ? പാദപതനം. അതായത് എത്ര പേര് ആ സ്ഥാപനം സന്ദർശിക്കുന്നു എന്നതിന്റെ കണക്കാണ് ഫുട്ഫോൾസ്. ഡ്രോപ്പ് ഇൻ ഫുട്ഫോൾസ് എന്ന് പറയുമ്പോൾ സന്ദർശകരുടെ എണ്ണത്തിൽ, കസ്റ്റമേഴ്സിന്റെ എണ്ണത്തിൽ വലിയ രീതിയിൽ കുറവുണ്ട് എന്നർത്ഥം. മിനിസ്റ്റർ ഫേസസ് കറപ്ഷൻ ചാർജസ്. കറപ്ഷൻ ചാർജസ് അഴിമതി ആരോപണങ്ങളാണ്. ഫേസസ് എന്ന് പറയുമ്പോൾ അഭിമുഖീകരിക്കുന്നു. സ്ട്രൈക്കേഴ്സ് ഫേസ് സാക്ക്. ഇവിടെ അർത്ഥം എന്താ? സ്ട്രൈക്കേഴ്സ് എന്ന് പറയുമ്പോൾ സമരം ചെയ്യുന്നവര്. സാക്ക് ഡിസ്മിസൽ ആണ്, പിരിച്ചുവിടൽ ഭീഷണി അവർ ഫേസ് ചെയ്യുന്നു, അഭിമുഖീകരിക്കുന്നു. അതാണ് ഈ സെന്റൻസിന്റെ അർത്ഥം. സാക്ക്ഡ് എന്ന് പറയുമ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നാണ് അർത്ഥം. ഫാമിലി ഫ്യൂഡ് എറുപ്റ്റ്സ് ഇൻടു വയലൻസ്. ഫാമിലി ഫ്യൂഡ് എന്ന് പറയുമ്പോൾ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്കിടയിലുള്ള വെറുപ്പ്, വിദ്വേഷം, പക, അതെല്ലാമാണ് ഫാമിലി ഫ്യൂഡ്. എറുപ്റ്റ്സ് എന്ന് പറയുമ്പോൾ വോൾക്കാനോസ് ആണ് എറുപ്റ്റ് ചെയ്യുക, പൊട്ടിത്തെറിക്കുക. ഇൻടു വയലൻസ്, അക്രമത്തിലേക്ക് നയിക്കുന്നു.
കുടുംബാംഗങ്ങൾക്കിടയിലുള്ള പക അക്രമത്തിലേക്ക് നയിച്ചു. അതാണ് ഈ സെന്റൻസിന് അർത്ഥം. ഫാമിലി ഫ്യൂഡ് എറുപ്റ്റ്സ് ഇൻടു വയലൻസ്. ഗവൺമെന്റ് ഫേം ഓൺ ടാക്സ് റിഫോംസ്. നികുതി പരിഷ്കരണം, അതാണ് ടാക്സ് റിഫോംസ്. ഗവൺമെന്റ് ഫേം എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് അതിൽ ഉറച്ചു നിൽക്കുന്നു എന്നർത്ഥം. ഗവൺമെന്റ് എന്തെല്ലാമോ ടാക്സ് റിഫോംസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അതിനെതിരെ ഒരുപക്ഷെ ഓപ്പോസിഷൻ എതിർപ്പുണ്ടായിരിക്കാം. എന്നാൽ കൂടി ആ റിഫോംസ് കൊണ്ടുവരും എന്ന് തന്നെയാണ് ഗവൺമെന്റിന്റെ തീരുമാനം. അതാണ് ഗവൺമെന്റ് ഫേം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ഗവൺമെന്റ് ഫേസസ് ഫ്ലാക്ക് ഓവർ GST റിഫോംസ്. ഫ്ലാക്ക് എന്ന വാക്കിനർത്ഥം സിവിയർ ക്രിറ്റിസിസം എന്നാണ്. GST റിഫോംസിന്റെ പേരിൽ വലിയ രീതിയിൽ ഗവൺമെന്റ് വിമർശിക്കപ്പെടുന്നു. ഫ്ലാക്ക് ഹെവി ക്രിറ്റിസിസം ആണ്. ആന്റി ഇമിഗ്രന്റ് റൈറ്റ്സ് ഫ്ലയർ ഇൻ അയർലൻഡ്. ആന്റി എന്ന് പറയുമ്പോൾ എതിരായത്, പ്രോ അനുകൂലമായത്, ആന്റി എതിരായത്. ആന്റി ഇമിഗ്രന്റ് റൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താ? ഇമിഗ്രേഷന് എതിരായ അല്ലെങ്കിൽ ഇമിഗ്രൻസിന്, ഒരു രാജ്യത്തിൽ നിന്നും പോയി മറ്റൊരു രാജ്യത്ത് താമസിക്കുന്നവരാണ് ഇമിഗ്രൻസ്. അപ്പൊ അവർക്ക് എതിരായ റൈറ്റ്സ്, ആന്റി ഇമിഗ്രന്റ് റൈറ്റ്സ്. ഫ്ലെയർ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വലിയ തോതിൽ പടരുക. ബ്രേവ് പോലീസ് വുമൺ ഫോയിൽസ് ആംഡ് റോബറി. ആംഡ് റോബറി എന്ന് പറയുമ്പോൾ സായുധരായ, ആയുധം കയ്യിലുള്ള കുറച്ചുപേര് നടത്തുന്ന കവർച്ചാ ശ്രമമാണത്. ഫോയിൽസ് പരാജയപ്പെടുത്തുന്നു. ധീരയായ ഒരു പോലീസ് വുമൺ ഫോയിൽസ് ആംഡ് റോബറി. അവരത് പരാജയപ്പെടുത്തിയതാണ് ഇതിനർത്ഥം. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതിൽ നിന്ന് മറ്റൊരാളെ പരാജയപ്പെടുത്തുക, അതാണ് ഫോയിൽ. ടെററിസ്റ്റ് ഗൺ ഡൗൺ ഇൻ കാശ്മീർ. കാശ്മീരിൽ തീവ്രവാദികളെ വെടിവെച്ച് കൊന്നു. ഗൺ ഡൗൺ എന്ന് പറയുമ്പോൾ വെടിവെച്ച് കൊല്ലുക. ഇവിടെ ഉപയോഗിച്ചത് V3 ആണ്. തീവ്രവാദികളാണ് കൊല ചെയ്യപ്പെടുന്നത്, തീവ്രവാദികളല്ല കൊല്ലുന്നത്. പോലീസ് ഗൺ ഡൗൺ സസ്പെക്ട്. കുറ്റവാളി എന്ന് സംശയിക്കുന്ന ആളെ പോലീസ് വെടിവെച്ച് കൊന്നു. രണ്ടാമത്തെ സെന്റൻസിൽ പോലീസാണ് ആക്ഷൻ ചെയ്യുന്നത്, ആക്റ്റീവ് വോയിസിലാണിത്. ആദ്യത്തെ സെന്റൻസിൽ പാസീവ് വോയിസിലാണത്. ടെററിസ്റ്റ് ആണ് കൊല്ലപ്പെടുന്നത്, അവരല്ല കൊല ചെയ്യുന്നത്. വെടിവെച്ച് കൊല്ലുന്നതിനാണ് ഗൺ ഡൗൺ എന്ന് പറയുന്നത്. ട്രംപ് ഹെയിൽസ് പീസ് ടോക്സ് ബിറ്റ്വീൻ റഷ്യ ആൻഡ് ഉക്രൈൻ. റഷ്യയ്ക്കും ഉക്രൈനും ഇടയിലുള്ള സമാധാന ചർച്ചകളെ ട്രംപ്, അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് സ്വാഗതം ചെയ്യുന്നു. ഹെയിൽ എന്ന വാക്കിന് പ്രശംസിക്കുക, സ്വാഗതം ചെയ്യുക, അതെല്ലാമാണ് അതിനർത്ഥം. ട്രംപ് ഹെയിൽസ് പീസ് ടോക്സ് സമാധാന ചർച്ചകൾ ബിറ്റ്വീൻ റഷ്യ ആൻഡ് ഉക്രൈൻ. സ്വാഗതം ചെയ്യുക എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഹെയിൽ. റെക്കോർഡ് ഗോൾഡ് ഹോൾ അറ്റ് എയർപോർട്ട്. ഗോൾഡ് ഹോൾ എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ സ്വർണം പിടിച്ചെടുത്തു എന്നർത്ഥം. സാധാരണ ലഭിക്കുന്നതിനേക്കാൾ കൂടിയ അളവിൽ എയർപോർട്ടിൽ വെച്ച് സ്വർണം പിടിച്ചെടുത്തു. റെക്കോർഡ് ഗോൾഡ് ഹോൾ അറ്റ് എയർപോർട്ട്. മോഷ്ടിക്കപ്പെട്ട പണം, ഓർണമെന്റ്സ് അല്ലെങ്കിൽ എയർപോർട്ടിൽ വെച്ചോ മറ്റെവിടെയെങ്കിലും വെച്ച് കസ്റ്റംസോ പോലീസോ പിടിച്ചെടുക്കുന്ന പണം, ഗോൾഡ്, വിലപിടിപ്പുള്ള വസ്തുക്കളെ, ഇതെല്ലാമാണ് ഹോൾ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റെക്കോർഡ് ഗോൾഡ് ഹോൾ അറ്റ് എയർപോർട്ട്, അതിനർത്ഥം വലിയ രീതിയിൽ കസ്റ്റംസ് എയർപോർട്ടിൽ വെച്ച് സ്വർണം പിടിച്ചെടുത്തു എന്ന്. അനധികൃതമായി കൊണ്ടുവരാൻ ശ്രമിച്ച സ്വർണം കസ്റ്റംസ് പിടിച്ചെടുത്തു. ഇന്ത്യൻ ഹെൽഡ് ഫോർ മർഡർ. ഹെൽഡ് എന്ന് പറയുമ്പോൾ ഇവിടെ അതിനർത്ഥം അറസ്റ്റഡ് എന്ന് തന്നെയാണ്. ഇവിടെ ഏതോ ഒരു ഇന്ത്യക്കാരൻ ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഏതോ ഒരു നാട്ടിലെ പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. അതാണ് ഈ സെന്റൻസിന് അർത്ഥം. ഇന്ത്യൻ ഹെൽഡ് ഫോർ മർഡർ പാസീവ് വോയിസിലാണ്. എൻ ഇന്ത്യൻ ഹാസ് ബീൻ ഹെൽഡ്. പോലീസ് ഹോൾഡ് ടെറർ സസ്പെക്ട്. ടെറർ സസ്പെക്ട് എന്ന് പറയുമ്പോൾ ഏതോ ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് സംശയത്തിലുള്ളൊരു വ്യക്തി, അയാളെ പോലീസ് പിടിച്ചു വെച്ചിരിക്കുന്നു, അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പോലീസ് ഹോൾഡ് ടെറർ സസ്പെക്ട്. അപ്പോൾ ഹോൾഡ് എന്ന വാക്കിന് അറസ്റ്റ് ചെയ്യുക എന്ന അർത്ഥമാണ് പൊതുവെ വരുന്നത്, പ്രത്യേകിച്ചും ഹെഡ്ലൈൻസിൽ വരുന്ന സമയത്ത്. കോൾഡ് വേവ് ഗ്രിപ്സ് കൺട്രി. കോൾഡ് വേവ് എന്ന് പറയുമ്പോൾ തണുത്ത കാലാവസ്ഥ ഒരു വലിയ പ്രദേശത്തെ കുറച്ചധികം സമയം ബാധിക്കുമ്പോഴാണ് അതിന് കോൾഡ് വേവ് എന്ന് പറയുന്നത്. ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഹീറ്റ് വേവ്. ഹീറ്റ് വേവ് ആകുമ്പോൾ ചൂടുള്ള കാലാവസ്ഥയാണ്, കുറച്ച് അധികം സമയം അത് നീണ്ടു നിൽക്കുന്നു, അതിനാണ് ഈ വേവ് എന്ന് പറയുന്നത്. കോൾഡ് വേവ് ഗ്രിപ്സ് കൺട്രി. ഗ്രിപ്പ് എന്ന് പറയുമ്പോൾ എന്താ? പിടിക്കുക അല്ലെ. ഇവിടെയും ആ അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്. നോർത്ത് ഇന്ത്യ റീൽസ് അണ്ടർ ഹീറ്റ് വേവ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഹീറ്റ് വേവ് എന്ന് പറയുമ്പോൾ ചൂടുള്ള കാലാവസ്ഥ കുറച്ചധികം സമയം കുറച്ച് വലിയൊരു പ്രദേശത്തിനെ ബാധിക്കുമ്പോഴാണ് അതിന് ഹീറ്റ് വേവ് എന്ന് പറയുന്നത്. റീൽ ആ വാക്കിനർത്ഥം നമുക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഉഴറുക എന്ന് പറയില്ലേ, അതാണ് റീൽ. കോമൺലി അത് യൂസ് ചെയ്യുന്നത് അണ്ടർ എന്ന പ്രിപ്പോസിഷന്റെ കൂടെയാണ്. അപ്പോൾ ഇവിടെ നോർത്ത് ഇന്ത്യ റീൽസ് അണ്ടർ ഹീറ്റ് വേവ് എന്ന് പറയുമ്പോൾ കഠിനമായ ചൂടിൽ നോർത്ത് ഇന്ത്യയിലുള്ള ജനങ്ങൾ വലയുന്നു, അതാണ് ഈ സെന്റൻസിനർത്ഥം. നോർത്ത് ഇന്ത്യ റീൽസ് അണ്ടർ ഹീറ്റ് വേവ്. വലയുക, ഉഴറുക, അതെല്ലാമാണ് റീൽ എന്ന വാക്കിനർത്ഥം. സിവിയർ ഹീറ്റ് വേവ് സ്കോർച്ചസ് നോർത്ത് ഇന്ത്യ. സ്കോർച്ച് എന്ന് പറയുമ്പോൾ ചുട്ടുപൊള്ളിക്കുക എന്നർത്ഥം. സിവിയർ ഹീറ്റ് വേവ് തീവ്രമായ കൊടും ചൂട്, അത് നോർത്ത് ഇന്ത്യയെ ചുട്ടുപൊള്ളിക്കുന്നു. സ്കോർച്ചിങ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ അതികഠിനമായ ചൂട് എന്നാണ് അർത്ഥം, പൊള്ളിക്കുന്ന ചൂട്.
ഒരു സിറ്റുവേഷനുമായി എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്ക് അറിയാത്ത അവസ്ഥയാണ് റീൽ അണ്ടർ, വലയുക, ഉഴറുക, ഇതെല്ലാമാണ് അതിന് മലയാളത്തിൽ പറയാവുന്ന മീനിങ്സ്. എക്കോണമി ഹെഡിങ് ഫോർ ഡിസാസ്റ്റർ, എക്സ്പേർട്സ് വാൺ. ഹെഡ് ഫോർ എന്ന് പറയുമ്പോൾ അതിന് നേരെ നീങ്ങുക. ഇക്കോണമി ഹെഡിങ് ഫോർ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥ നാശത്തിലേക്കാണ് നീങ്ങുന്നത്. അതാണ് എക്സ്പേർട്സ് നൽകുന്ന വാർണിംഗ്. ഇവിടെ ING ഫോം ഉപയോഗിച്ചിട്ടുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ്. ഈസ് ഹെഡിങ്, അതിന് പകരമാണ് നമ്മളിവിടെ ഹെഡിങ് എന്ന് മാത്രം പറയുന്നത്. ഹെഡിങ് ഫോർ ഡിസാസ്റ്റർ എന്ന് പറയുമ്പോൾ നാശത്തിലേക്ക് നീങ്ങുക. ഇൻട്രസ്റ്റ് ഹൈക്ക് ഹിറ്റ്സ് റിയൽ എസ്റ്റേറ്റ്. ഹൈക്ക്, ഇൻട്രസ്റ്റ് ഹൈക്ക് എന്ന് പറയുമ്പോൾ പലിശ നിരക്ക് കൂട്ടി എന്നർത്ഥം. ഹിറ്റ് എന്ന് പറയുമ്പോൾ ബാധിക്കുക. പലിശ നിരക്ക് കൂട്ടിയത് റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിനെ ബാധിച്ചിരിക്കുന്നു, അതാണ് ഈ സെന്റൻസിന് അർത്ഥം. സാധനങ്ങളുടെ വില, പലിശ നിരക്ക് ഇതെല്ലാം കൂടുന്നതിനെ കുറിച്ച് പറയുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ് ഹൈക്ക്. പ്രൈസ് ഹൈക്ക് എന്ന് പറയുമ്പോൾ വിലക്കയറ്റം. ഹെവി റെയിൻസ് ഹിറ്റ് ട്രാൻസ്പോർട്ട്. നല്ല മഴ അത് ട്രാൻസ്പോർട്ട് സെക്ടറിനെ അഫക്ട് ചെയ്തു. ഇവിടെ ഹിറ്റ് എന്നുള്ള വാക്കിന് ഇവിടെയും അഫക്റ്റ്, ബാധിച്ചു, അതാണ് അർത്ഥം. PM ഹിറ്റ്സ് ഔട്ട് അറ്റ് ക്രിറ്റിക്സ്. ഹിറ്റ് ഔട്ട് അറ്റ് സംബഡി, അതിനർത്ഥം വാക്കുകൊണ്ട് ആളുകളെ ആക്രമിച്ചു എന്നാണ്. PM ഹിറ്റ്സ് ഔട്ട് അറ്റ് ക്രിറ്റിക്സ്. അപ്പൊ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ വിമർശകരെ നിശിതമായി അങ്ങോട്ട് വിമർശിച്ചു. വാക്കുകൾ കൊണ്ട് നമ്മൾ ഒരാളെ ആക്രമിച്ചു എന്നതിന് ഇംഗ്ലീഷിൽ പറയുന്ന എക്സ്പ്രഷനാണ് ഹിറ്റ് ഔട്ട് അറ്റ്. ഹൂച്ച് ട്രാജഡി അറ്റ്ലീസ്റ്റ് 10 killed. വ്യാജ മദ്യമാണ് ഹൂച്ച്. ഇപ്പോൾ ഹൂച്ച് ട്രാജഡി എന്ന് പറയുമ്പോൾ വ്യാജ മദ്യ ദുരന്തം. 10 പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഹൈക്കോർട്ട് ഓർഡേഴ്സ് CBI probe into ഹൂച്ച് ട്രാജഡി. CBI probe എന്ന് പറയുമ്പോൾ CBI അന്വേഷണം. ഹൈക്കോടതി വ്യാജ മദ്യ ദുരന്തത്തിലേക്ക് CBI അന്വേഷണം ഉത്തരവിട്ടിരിക്കുന്നു. ഇല്ലിസിറ്റ് ലിക്കർ അല്ലെങ്കിൽ ഇൻഫീരിയർ ക്വാളിറ്റി ലിക്കർ ആണ് ഹൂച്ച്. ലാസ്റ്റ് മിനിറ്റ് ഡിച്ച് ഡിലേസ് സാറ്റലൈറ്റ് ലോഞ്ച്. ഇപ്പൊ സോഫ്റ്റ്വെയറിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെഷീന്റെ പ്രവർത്തനത്തിലൊക്കെ ഉണ്ടാവുന്ന ഒരു തകരാറ്, യന്ത്ര തകരാറെന്ന് പറയില്ലേ, അതാണ് ഡിച്ച്. ലാസ്റ്റ് മിനിറ്റ് ഡിച്ച് ഡിലേ സാറ്റലൈറ്റ് ലോഞ്ച്. അപ്പൊ ആ റോക്കറ്റിന്റെ പ്രവർത്തനത്തിൽ എന്തോ ഉണ്ടായ ഒരു തടസ്സം, ഒരു തകരാറ്, അത് ആ സാറ്റലൈറ്റിന്റെ വിക്ഷേപണത്തിനെ തടസ്സപ്പെടുത്തി, വൈകിച്ചു. യന്ത്ര തകരാറ്, സാങ്കേതിക തകരാറ് എന്നെല്ലാം നമ്മൾ മലയാളത്തിൽ പറയില്ലേ, അതാണ് ഡിച്ച്. സാറ്റലൈറ്റ് ലോഞ്ച് ആണ് സാറ്റലൈറ്റിന്റെ വിക്ഷേപണം. ടെക്നിക്കൽ ഡിച്ച്, സോഫ്റ്റ്വെയർ ഡിച്ച്, ഇതെല്ലാം കോമൺ ആയി യൂസ് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ആണ്. കീ വിറ്റ്നസ് ഇൻ പോച്ചിങ് കേസ് വാനിഷസ്. കീ വിറ്റ്നസ് എന്ന് പറയുമ്പോൾ പ്രധാന സാക്ഷി. കീ ഇമ്പോർട്ടന്റ് എന്നാണ് ആ വാക്കിനർത്ഥം. പോച്ചിങ് കേസ് എന്ന് പറയുമ്പോൾ അനധികൃതമായി വനമേഖലയിലും മറ്റും കടന്നു കയറി അവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന പ്രവൃത്തിയാണ് പോച്ചിങ്. വാനിഷ് എന്ന് പറയുമ്പോൾ അപ്രത്യക്ഷമാവുക. കീ വിറ്റ്നസ് ഇൻ പോച്ചിങ് കേസ് വാനിഷസ്. അപ്പോൾ ആ പ്രധാന സാക്ഷി അപ്രത്യക്ഷനായിരിക്കുന്നു. ലാൻഡ് സ്ലൈഡ് ഫോർ റിപ്പബ്ലിക്കൻസ്. റിപ്പബ്ലിക്കൻസ് അമേരിക്കയിലെ പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. റിപ്പബ്ലിക്കൻസും ഡെമോക്രാറ്റ്സും. ലാൻഡ് സ്ലൈഡ് എന്ന് പറയുമ്പോൾ വലിയ വിജയം. ലാൻഡ് സ്ലൈഡ് ഫോർ റിപ്പബ്ലിക്കൻസ് എന്ന് പറയുമ്പോൾ ഇലക്ഷനിൽ റിപ്പബ്ലിക്കൻസിന് വലിയ വിജയം നേടാനായി എന്നർത്ഥം. ബീഹാർ അസംബ്ലി ഇലക്ഷൻസ് ലാൻഡ് സ്ലൈഡ് ഫോർ NDA. ഇപ്പോൾ ബീഹാറിൽ നടന്ന അസംബ്ലി ഇലക്ഷൻസിൽ NDAക്ക് വലിയ ഭൂരിപക്ഷം നേടാനായി എന്നാണ് ഈ സെന്റൻസിന് അർത്ഥം. ഇലക്ഷനിൽ ഉണ്ടാക്കുന്ന മേജർ വിക്ടറി, വലിയ വിജയത്തിനാണ് ലാൻഡ് സ്ലൈഡ് എന്ന് പറയുന്നത്. ഓപ്പോസിഷൻ ലാഷസ് ഗവൺമെന്റ് പോളിസീസ്. ലാഷ് എന്താ? ചാട്ടവാർ അല്ലെ? ചാട്ടവാർ കൊണ്ടുള്ള അടിക്കും നമ്മൾ ലാഷ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ അത് വാക്കുകൊണ്ട് ആക്രമിക്കുന്നതിനാണ്. അപ്പൊ ഇവിടെ പ്രതിപക്ഷം ഗവൺമെന്റിന്റെ നയങ്ങളെ നിശിതമായി വിമർശിച്ചു, അതാണ് ഇതിനർത്ഥം. ഓപ്പോസിഷൻ ലാഷസ് ഗവൺമെന്റ് പോളിസീസ്. ലൈഫ് ഫോർ സീരിയൽ മർഡറർ. ഇതല്പം കൺഫ്യൂഷൻ ഉണ്ടാക്കാം. ഇവിടെ ലൈഫ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ജീവനോ ജീവിതമോ അല്ല, ലൈഫ് ടേം ആണ്, ജീവപര്യന്തമാണ്. ലൈഫ് ഇംപ്രിസൺമെന്റ് പലപ്പോഴും നമ്മൾ ഹെഡ്ലൈൻസിൽ വരുമ്പോൾ ലൈഫ് എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു സീരിയൽ മർഡറർക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് കിട്ടിയിരിക്കുന്നു. ഹി ഗോട്ട് ലൈഫ് എന്ന് പറയുമ്പോൾ അതാണ് അർത്ഥം, അയാൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ കിട്ടിയിരിക്കുന്നു. വയലൻസ് മാർസ് വേൾഡ് കപ്പ് ഫൈനൽ. മാർ എന്ന വാക്കിനർത്ഥം നശിപ്പിക്കുക എന്നാണ്. അപ്പൊ ഇവിടെ അക്രമ സംഭവങ്ങൾ വേൾഡ് കപ്പ് ഫൈനലിനെ നശിപ്പിച്ചു, അതിനെ വല്ലാതെ ബാധിച്ചു. ഇൻഫാന്റ് ഡൈസ് മോബ് അറ്റാക്സ് ഹോസ്പിറ്റൽ. അക്രമാസക്തമായ ക്രൗഡിനാണ് നമ്മൾ മോബ് എന്ന് പറയുന്നത്. വലിയ ആൾക്കൂട്ടം, ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കൂട്ടത്തിനാണ് മോബ് എന്ന് പറയുന്നത്. ഇൻഫാന്റ് എന്ന് പറയുമ്പോൾ തീരെ ചെറിയ കുഞ്ഞ്, നവജാത ശിശു. ആ കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ടാണിത്. സിമ്പിൾ പ്രസന്റ് ടെൻസ് അറ്റാക്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്, നടന്ന കാര്യം തന്നെയാണ്. മോബ് ഹാസ് അറ്റാക്ക്ഡ് ദ ഹോസ്പിറ്റൽ. മോബ് ലീഡേഴ്സ് അറസ്റ്റഡ്. മോബ് ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ ആളുകളെ അക്രമം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആളുകൾ, അവരുടെ ലീഡേഴ്സ്, ആ ഗ്രൂപ്പ്സിന്റെ ലീഡേഴ്സ് ആണ്. അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. മോബ് ലീഡേഴ്സ് അറസ്റ്റഡ്. മാഫിയ, അതിനെല്ലാം പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മോബ്. ഓർഗനൈസ്ഡ് ക്രൈം, മാഫിയ, ഇതിനെല്ലാം നമുക്ക് മോബ് എന്ന വാക്ക് ഉപയോഗിക്കാം. റിസോർട്ട് മർഡർ. പോലീസ് നെയിൽ ദ കൾപ്രിറ്റ്. റിസോർട്ടിൽ വെച്ച് നടന്ന ഒരു മരണം, അതിന്റെ കുറ്റവാളിയെ പോലീസ് കണ്ടുപിടിച്ചിരിക്കുന്നു. പോലീസ് അയാളെ കൊണ്ട് കുറ്റം സമ്മതിപ്പിച്ചിരിക്കുന്നു. നെയിൽ എന്ന വാക്കിനർത്ഥം, നെയിൽ എന്ന് പറയുമ്പോൾ നഖമാണ്, ആണി എന്നൊരർത്ഥം കൂടിയുണ്ട്. ഇവിടെ അങ്ങനെയല്ല,
ആ ഒരു കുറ്റം ചെയ്തു എന്ന് സംശയിക്കുന്ന ആളെ കൊണ്ട് അത് കൺഫസ് ചെയ്യിച്ചു പോലീസ് എന്നാണ് ഇതിനർത്ഥം. ഫോഴ്സ് സംബഡി ടു അഡ്മിറ്റ് ദ ക്രൈം, അതാണ് നെയിൽ എന്ന വാക്കിന് ഹെഡ്ലൈൻസിലെല്ലാം വരുമ്പോൾ അതിന്റെ അർത്ഥം അതാണ്. പോലീസ് നെയിൽ ദ കൾപ്രിറ്റ്. കൾപ്രിറ്റ് എന്ന് പറയുമ്പോൾ കുറ്റവാളി, അയാളെ കൊണ്ട് പോലീസ് കുറ്റം സമ്മതിപ്പിച്ചിരിക്കുന്നു. പോലീസ് നെയിൽ ദ കൾപ്രിറ്റ്. മേയർ റീ ഇലക്റ്റഡ് എഗെയിൻസ്റ്റ് ദ ഓഡ്സ്. എഗെയിൻസ്റ്റ് ദ ഓഡ്സ് എന്ന് പറയുമ്പോൾ അയാൾക്ക് ജയിക്കാനുള്ള സാധ്യത വളരെ കമ്മിയായിരുന്നു, പക്ഷെ എന്നിട്ടും അയാൾ ജയിച്ചു. ഓഡ്സ് എന്ന വാക്കിനർത്ഥം ചാൻസ്, പ്രോബബിലിറ്റി, സാധ്യത. അതാണ് എഗെയിൻസ്റ്റ് ദ ഓഡ്സ് എന്ന് പറയുമ്പോൾ സാധ്യത കുറവായിരുന്നിട്ടും വീണ്ടും ഇയാള് റീ എലക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഡെമോക്രാറ്റ്സ് ഔസ്റ്റഡ് ഇൻ യൂണിയൻ ഇലക്ഷൻസ്. ഔസ്റ്റ് എന്ന് പറയുമ്പോൾ പുറത്താക്കുക. ഇപ്പൊ ഇവിടെ യൂണിയൻ ഇലക്ഷൻസിൽ ഡെമോക്രാറ്റ്സ് തോറ്റു. പാകിസ്ഥാൻ പുൾസ് ഔട്ട് ഓഫ് പീസ് ടോക്സ് വിത്ത് ഇന്ത്യ. പീസ് ടോക്സ് സമാധാന ചർച്ചകൾ. പുൾ ഔട്ട് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പിന്മാറുക. പാകിസ്ഥാൻ വിഡ്രൂ ഫ്രം പീസ് ടോക്സ് വിത്ത് ഇന്ത്യ. ചെൽസിയ ഹൂളിഗൻസ് ഗോ ഓൺ റാംപേജ് ഇൻ സെൻട്രൽ പാരീസ്. ഹൂളിഗൻസ് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ഫുട്ബോൾ ഫാൻസ് ആണ്. വലിയ രീതിയിൽ അക്രമം ഉണ്ടാക്കുന്ന വയലന്റ് ആയ ഫാൻസിനാണ് ഹൂളിഗൻസ് എന്ന വേർഡ് മെയിൻലി യൂസ് ചെയ്യുന്നത്. റൗഡികൾ, അത് തന്നെയാണ് അതിനർത്ഥം. ചെൽസിയ എന്ന ഫുട്ബോൾ ക്ലബിന്റെ ഫാൻസ് ആണ് ചെൽസിയ ഹൂളിഗൻസ്. ഗോ ഓൺ റാംപേജ്, ആ എക്സ്പ്രഷൻ ശ്രദ്ധിക്കണം. ഗോ ഓൺ റാംപേജ് എന്ന് പറയുമ്പോൾ എന്താ? വലിയ രീതിയിൽ അക്രമം അഴിച്ചുവിടുക. റാംപേജ് എന്ന വാക്കിന്റെ അർത്ഥം അതാണ്. നമ്മളൊരു സിറ്റിയിലൂടെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തു കൂടെ നാശനഷ്ടങ്ങൾ വിതച്ചുകൊണ്ട് വളരെ വയലന്റ് ആയി, അൺകൺട്രോളബിൾ ആയി വലിയൊരു ജനക്കൂട്ടം മൂവ് ചെയ്യുന്നതിനാണ് റാംപേജ് എന്ന് പറയുന്നത്. ഇവിടെ ചെൽസിയയുടെ ഫാൻസ് സെൻട്രൽ പാരീസിൽ വലിയ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി അവരവിടെ അഴിഞ്ഞാടി എന്ന് പറയില്ലേ, അത് തന്നെയാണ് ഗോ ഓൺ റാംപേജ് എന്ന പ്രയോഗത്തിന്റെ അർത്ഥം. എലഫൻസ് ഓൺ ഡ്രങ്കൺ റാംപേജ് കിൽ 3 people. ഇത് ഇന്ത്യയിൽ നിന്ന് വന്ന റിപ്പോർട്ടാണ്. ഡ്രങ്കൺ റാംപേജ് എന്ന് പറയുമ്പോൾ എന്താ? ഇവിടെ ചില ആനകൾ അവര് മദ്യം കഴിച്ചിരുന്നു. ഇത് നോർത്ത് ഈസ്റ്റിൽ നിന്ന് വന്ന റിപ്പോർട്ടാണ്. അവിടെ ഏതോ ഒരു പൂജയുടെ മറ്റോ ഭാഗമായി ഉണ്ടാക്കിയ മദ്യം അത് ഈ ആനകൾ കുടിക്കുകയും അവര് അതിന്റെ ലഹരിയിൽ വലിയ രീതിയിൽ അവിടെ നാശം ഉണ്ടാക്കുകയും ചെയ്തു. എലഫൻസ് ഓൺ ഡ്രങ്കൺ റാംപേജ് കിൽ 3 people. 3 പേരെങ്കിലും ആ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാട് വീടുകൾക്ക് നാശനഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. ജപ്പാൻ റോക്ക്ഡ് ബൈ ക്വേക്ക്. റോക്ക് എന്ന വാക്കിന് ഷെയ്ക്ക്, ഷോക്ക്, ഈ രണ്ടർത്ഥമാണുള്ളത്. ഒന്ന് നല്ലതുപോലെ കുലുങ്ങുക. ക്വേക്ക് എന്ന് പറയുമ്പോൾ അറിയാലോ, എർത്ത് ക്വേക്ക്, ഭൂകമ്പം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജപ്പാനിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായിട്ടുണ്ട്, അതാണ് ആ സെന്റൻസിന്റെ അർത്ഥം. സ്കാൻഡൽസ് റോക്ക് ദ ഗവൺമെന്റ്. രണ്ടാമത്തെ സെന്റൻസിന്റെ അർത്ഥം എന്താ? സ്കാൻഡൽസ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ, അഴിമതികൾ, വിവാദങ്ങൾ, അതെല്ലാം അത് ഗവൺമെന്റിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നു. സ്കാൻഡൽസ് റോക്ക് ദ ഗവൺമെന്റ്, ഇളക്കിയിരിക്കുന്നു എന്നർത്ഥം. ആദ്യത്തെ സെന്റൻസ് പാസീവ് വോയിസിലാണ്. ജപ്പാൻ ഹാസ് ബീൻ റോക്ക്ഡ് ബൈ എൻ എർത്ത്. രണ്ടാമത്തെ സെന്റൻസ് ആക്റ്റീവ് വോയിസിലാണ്. സ്കാൻഡൽസ് ഹാവ് റോക്ക്ഡ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ അടിത്തറ തന്നെ ഇളക്കുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. PM റൂൾസ് ഔട്ട് മിഡ് ടേം ഇലക്ഷൻ. മിഡ് ടേം ഇലക്ഷൻ എന്ന് പറയുമ്പോൾ ഇടക്കാല തിരഞ്ഞെടുപ്പ്. റൂൾസ് ഔട്ട് എന്ന് പറയുമ്പോൾ ആ ഒരു സാധ്യത തള്ളിക്കളയുക. PM റൂൾസ് ഔട്ട് മിഡ് ടേം ഇലക്ഷൻ. ഗവൺമെന്റ് സ്ക്രാപ്സ് ഡിഫൻസ് ഡീൽ വിത്ത് ഫ്രാൻസ്. സ്ക്രാപ്പ് എന്ന് പറയുമ്പോൾ ആ ഒരു ഡിഫൻസ് ഡീൽ എന്താ? ആയുധോപകരണങ്ങൾ വാങ്ങിക്കാനുള്ള ഉടമ്പടി. അതിൽ നിന്ന് ഗവൺമെന്റ് പിന്മാറിയിരിക്കുന്നു. അത് സ്ക്രാപ്പ് ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വേണ്ടെന്ന് വെച്ചു എന്നർത്ഥം. ക്യാൻസൽ ചെയ്തു. ഗവൺമെന്റ് സ്ക്രാപ്സ് ഡിഫൻസ് ഡീൽ വിത്ത് ഫ്രാൻസ്. ഓപ്പോസിഷൻ സ്ലാംസ് ഗവൺമെന്റ് പോളിസീസ്. വിമർശിക്കുക എന്നതിന് നമ്മൾ നേരത്തെ ഒരു വാക്ക് ഉപയോഗിച്ചിരുന്നു, ലാഷ്. അതുപോലെ തന്നെ മറ്റൊരു വാക്കാണ് സ്ലാം. ഓപ്പോസിഷൻ സ്ലാംസ് ഗവൺമെന്റ് പോളിസീസ് എന്ന് പറയുമ്പോൾ ഗവൺമെന്റിന്റെ നയങ്ങളെ പ്രതിപക്ഷം നിശിതമായി വിമർശിച്ചിരിക്കുന്നു. RBI സ്ലാഷസ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഹൈക്ക് എന്ന് പറയുമ്പോൾ കൂട്ടുക, സ്ലാഷ് എന്ന് പറയുമ്പോൾ വലിയ രീതിയിൽ കുറയ്ക്കുക. അപ്പോൾ റിസർവ് ബാങ്ക് പലിശ നിരക്ക് വലിയ രീതിയിൽ കുറച്ചിരിക്കുന്നു. RBI സ്ലാഷസ് ഇൻട്രസ്റ്റ് റേറ്റ്സ്. ഓപ്പോസിഷൻ സ്റ്റോംസ് ഔട്ട് ഓഫ് പാർലമെന്റ്. പ്രതിപക്ഷം പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയി, അതാണ് ഈ സെന്റൻസിന് അർത്ഥം. സ്റ്റോം ഔട്ട് എന്ന് പറയുമ്പോൾ ലീവ് വയലന്റ്ലി. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. നമ്മൾ ഇംഗ്ലീഷ് പത്രം വായിക്കുമ്പോൾ നമുക്ക് പലപ്പോഴും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള വേർഡ്സും ഫ്രേസസും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇത് യൂസ്ഫുൾ ആയി തോന്നുന്നവരെ ഈ ലെസൺ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.